അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് ഇതാ നമ്മളെ ഡ്യൂട്ടി തുടങ്ങിയിട്ടാ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പടവലങ്ങ ഉപ്പേരിയാണ് ഉണ്ടാക്കണത്. എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്, എല്ലാവരും വീട്ടിലും ഉണ്ടാക്കണത് തന്നെയാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കട്ടെ. ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിക്കുക, എന്നിട്ട് വറ്റൽമുളക്, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില അതൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് പടവലങ്ങ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ അത് അപ്പുറത്ത് വേവട്ടെ. അപ്പോൾ അത് നമുക്ക് തക്കാളി കറി ഉണ്ടാക്കാം. അപ്പോൾ നല്ല 2 പഴുത്ത തക്കാളി എടുത്തിക്കണ്, അത് അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കട്ടെ. ഈ കറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ തക്കാളി നല്ലോണം വെന്തോടണം കേട്ടോ, അപ്പോഴാണ് രസം ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ലേശം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കുക. അത് വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. അപ്പോൾ ഇതാ ഉപ്പേരി റെഡി ആയിക്കണം കേട്ടോ. ഇനി കറിയിൽ തേങ്ങ അരച്ച് വയ്ക്കുക. തക്കാളി നല്ലോണം വെന്തിക്കണ്, അപ്പോൾ നല്ലൊന്ന് ഉടച്ച് കൊടുത്തേക്കണ് ഞാൻ കേട്ടോ. ഇനി തേങ്ങയിൽ ചെറിയ ജീരകവും ആവശ്യത്തിന് പച്ചമുളകും ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ഈ കറി അധികം വെള്ളം ഒഴിച്ചാൽ രസം ഉണ്ടാവില്ല. എന്നിട്ട് നല്ല തിളച്ചതിന് ശേഷം നമുക്ക് വറവിടാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ കടുക് പൊട്ടിക്കുക, വറ്റൽമുളകും കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് വറവിടാം. ഇതാ മീൻ നന്നാക്കണം. മീൻ ഇപ്പോഴും വെള്ളത്തിൽ കിടന്ന് നീന്താണ്. എനിക്ക് തന്നെ പാവം തോന്നുന്നത് കണ്ടിട്ട്, അത്രയും ചെറിയതാണ്. അപ്പോൾ അതെന്തായാലും രാവിലെ നന്നാക്കാനുള്ള ടൈമില്ല, അപ്പോൾ അതവിടെ മാറ്റിയേക്കാം, നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് നന്നാക്കാം. അപ്പോൾ അത് ദോശയാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ മോനിക്ക് തേങ്ങ ഇഷ്ടമില്ല, അപ്പോൾ ഞാൻ ഓനിക്ക് 2-3 തേങ്ങ ഇല്ലാണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഓൽക്കൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കണം കേട്ടോ. എനിക്കിഷ്ടമാണ്, കാക്കാക്കൊക്കെ തേങ്ങ ഇട്ട ഇഷ്ടമാണ്. എൻ്റെ കുട്ടിക്ക് എന്താണെന്നറിയില്ല, തേങ്ങ ഇട്ടാൻ പറ്റൂല. അപ്പോൾ ഈ മിക്ക ദിവസങ്ങളും ഈ ദോശ, ഉഴുന്ന് ദോശ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇക്കാര്യം. എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ ചെറുതായിട്ടൊരു സർജറി കഴിഞ്ഞതുകൊണ്ട് ചപ്പാത്തി നൂലപ്പൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കൂട്ടാ. അപ്പോൾ കുറേ സഹിക്കണ സർജറിയൊക്കെ കഴിഞ്ഞിട്ട്, എന്നാലും ഡോക്ടർ കുറച്ചും കൂടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കണം. അപ്പോൾ അതവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുട്ട വറുക്കുകയാണ് കേട്ടോ. പിന്നെ 2 കഷ്ണം ചിക്കനും വറുത്ത് നമുക്ക് രാവിലത്തെ പണികൾ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തിന് ഉണ്ടെന്ന് പറയാത്താണല്ലോ. അപ്പോൾ വൈകുന്നേരം കുറച്ച് പണികളുണ്ട്. പിന്നെ നാളെ നോമ്പാണ്, അതിനുള്ള റെഡിയാക്കണം. അങ്ങനെ കുറച്ച് തിരക്കുള്ള ദിവസമാണെന്ന്. അപ്പോൾ ഇതാ വൈകുന്നേരത്തിന് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, അത് ദേരത്തെ വീട്ടിലത്തെ താത്ത കൊണ്ടുവന്നാണ്. എല്ലാ കൊല്ലം അവിടെ ഉണ്ടാക്കും. അവിടെ എന്ത് പലഹാരം ഉണ്ടാക്കിയാലും കുറച്ച് ചക്കരച്ചോറ് ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് കൊണ്ടുവന്നേരും, എല്ലാ വർഷവും കൊണ്ടുവന്നേരും. പിന്നെ ഞാനിത് ഉണ്ടാക്കലില്ല, എന്താ വെച്ചാൽ ഇവിടെ വേറെ ആരും തിന്നൂല. കാക്ക മധുരം ഒഴിവാക്കിക്കണം, പിന്നെ എൻ്റെ മോനിക്ക് ഇങ്ങനത്തെ ഒന്നും പറ്റൂല. പിന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കണേക്കാളും നല്ലതല്ലേ നമ്മൾ ഉണ്ടാക്കാണ്ടിരിക്കണത്. പിന്നെ ഞാൻ മാത്രം ഇവിടെ കുറച്ച് തിന്നുള്ളൂ, അപ്പോൾ എനിക്കുള്ളത് താത്ത കൊണ്ടുവന്നേരും. അപ്പോൾ ഞാൻ പായസമാണ് വെക്കണം കേട്ടോ. ഇതാകുമ്പോൾ എല്ലാവർക്കും പറ്റും. കാക്ക മധുരം ഒഴിവാക്കിയതുകൊണ്ട് കാക്ക തിന്നൂല, കുടിച്ചൂല. കാക്കക്ക് ഇഷ്ടമാണ് കേട്ടോ, പായസം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ മധുരം ഒഴിവാക്കിയതുകൊണ്ട് ആൾ കുടിച്ചൂല. ഇന്ന് കുറച്ച് കുടിക്കാൻ പറയണം, അങ്ങനെ പറ്റ ഒഴിവാക്കിയാൽ ശരിയാവില്ലല്ലോ. ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായിട്ടാ തീരെ മധുരമില്ല. മധുരത്തിൻ്റെ ഒന്നും ലഡു, ജിലേബി അങ്ങനെ ഒന്നും കഴിക്കൂല. പക്ഷെ പായസമൊക്കെ എന്തോ ഒരു ഇഷ്ടമായിന്ന് പറയും. അപ്പോൾ ഇതാ ഈ കരണ്ടികൾ കണ്ടില്ലേ, ചട്ടകം എല്ലാതും ഉണ്ട്. ഇത് മരത്തിൻ്റെ, ഞാൻ എവിടെ കണ്ടാലും വാങ്ങിച്ചിട്ട് വരും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചിരട്ടക്കരണ്ടികൾ, അതേപോലെ ഇതുപോലത്തെ മരത്തിൻ്റെ കരണ്ടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറേ പഴക്കമുള്ളതുകൊണ്ട് പുതിയതും ഉണ്ട്. ഞാൻ അങ്ങാടിക്കൊക്കെ പോകുമ്പോൾ കണ്ട അപ്പോൾ ഞാൻ 1-2 അങ്ങനെ വാങ്ങിയിട്ട് വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മൺപാത്രങ്ങൾ. പക്ഷേ എനിക്കറിയില്ല, ഗ്യാസമ്മ വെച്ചിട്ടാണ് തോന്നുന്നത് മൺപാത്രങ്ങൾ നമ്മൾ ഈ താളിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വിണ്ട് വരിക, എണ്ണൊക്കെ ഇങ്ങനെ അടിയിൽ കൂടി ഇങ്ങനെ കിരിഞ്ഞ് വരിക. അതെന്താണെന്നറിയില്ല, നമ്മൾ മയക്കണ ശരിയാവാഞ്ഞിട്ടാണ് തോന്നുന്നത്. ആദ്യമൊക്കെ ഉമ്മി ഇട്ടിട്ട് വറുത്ത് മയക്കുമ്പോൾ നല്ല ഇതായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഉമ്മി കിട്ടണില്ല. വീട്ടിൽ കോട്ടക്കത്തെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഉമ്മ. അത് ഇനി പോകുമ്പോൾ എടുത്തിട്ട് വരണം. ഇനി പുതിയ ചട്ടികളൊക്കെ കുറച്ചുണ്ട്. ഇന്ന് 2 മയക്കി വെച്ചിക്കണ്, ഉമ്മ പറഞ്ഞ പോലെ തന്നെ മയക്കി വെച്ചിക്കണ്. ഇനി ബാക്കിയൊക്കെ ഉണ്ട്, പിന്നെ മയക്കാനുണ്ട്. അപ്പോൾ അത് എനിക്കറിയില്ല, അടുപ്പത്ത് വെക്കണത് ഗ്യാസ് വെക്കണോ വ്യത്യാസമുണ്ട്. ഗ്യാസ് വെക്കുമ്പോൾ എളുപ്പം നാശമായി പോവാണ്. അപ്പം ഉമ്മച്ചി പറഞ്ഞ് ചായപ്പൊടി ഇട്ടിട്ട് പിന്നെന്താ പറയുക മയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 അങ്ങനെ ചെയ്തിക്കണ്. ഇനി ഉമ്മി കൊണ്ടും മയക്കണം. ഉമ്മിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഉമ്മി നല്ലോണം വറുത്തിട്ട് അടുപ്പത്ത് വെച്ച് വറുത്ത് അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ കുറച്ച് എണ്ണ ഇങ്ങനെ തേച്ച് 2 ദിവസം വെച്ചാൽ അങ്ങനത്തെ ചട്ടികൾ തീരെ പൊട്ടൂല എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇതാ പായസം വേവട്ടെ, ഇങ്ങനെ അടച്ച് വെച്ചിട്ട് സിമ്മിലിരുന്ന് വേവട്ടെട്ടാ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ പാക്കറ്റാണ് വാങ്ങൽ. ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, പാല് തിളപ്പിക്കുക, അതിലിടുക, ഒന്ന് വേവിച്ചെടുത്ത പരിപാടി കഴിഞ്ഞ്. ഓൽക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്ക് എളുപ്പപ്പണിയായും ചെയ്ത്. അപ്പോൾ ഇതാ പായസം റെഡി ആയിട്ടാ.
അപ്പോൾ ബറാത്തായിട്ട് നിങ്ങളെല്ലാവരും എന്താ ഉണ്ടാക്കിയെന്നൊന്ന് പറയണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ.